സങ്കീർത്തന പുസ്തകം 34 5 വചനപ്രകാരം നമ്മോട് പറയുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. എന്താ വചനം പറയുന്നത്? വചനം പറയാണ്, ഈശോയെ, ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നോക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവർ, കൂടിയിരിക്കുന്നവർ, സാന്നിധ്യം അനുഭവിക്കുന്നവർ പ്രകാശിതരായിട്ട് മാറും. അവർ ലജ്ജിതരാവുകയില്ല. എന്താ പ്രകാശം? പ്രകാശം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. നമ്മൾ ഒരു വിഷമിച്ചിരിക്കുമ്പോൾ, ദുഃഖിച്ചിരിക്കുമ്പോൾ, നിരാശയിരിക്കുമ്പോൾ നമ്മൾ പറയും അന്ധകാരമാണ്. അവിടെ പ്രത്യാശ കടന്നു വരുന്നത്, സന്തോഷം കടന്നു വരുന്നത്, സമാധാനം കടന്നു വരുന്നത് പ്രകാശമാണ്. ഇനി നമ്മുടെ ബുദ്ധിയിലെ പ്രകാശമുണ്ട്. നമ്മൾ അജ്ഞതയിലായിരിക്കുന്നത് നമ്മൾ പറയും അന്ധകാരത്തിലാണ്. എന്നാൽ അറിവ് വരുന്നത്, ആശയങ്ങൾ ഉണ്ടാകുന്നത്, മുന്നോട്ട് പോകാനുള്ള പ്ലാനുകൾ നമ്മൾ മുമ്പിൽ തെളിയുന്നത്, അത് പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങളുടെ തലത്തിൽ എപ്പോഴും വഴുക്കാണ്, അസ്വസ്ഥതയാണ്, സ്നേഹിക്കാൻ പറ്റണില്ല, ഒരുമയെ പോകാൻ പറ്റുന്നില്ല, അന്ധകാരമാണ്. എന്നാൽ നമ്മുടെ ബന്ധങ്ങളിൽ സന്തോഷം ഉണ്ടാകുന്നത്, ഒരുമയുണ്ടാകുന്നത്, ഒരുമിച്ചായിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നത്, അത് പ്രകാശമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് ദൈവത്തിൻ്റെ വചനം പറയുവാണ്, നമ്മൾ ദൈവത്തെ നോക്കുന്നവരാണോ, അവിടുത്തെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നവരാണോ, അവിടത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണോ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ നിരാശയിലും ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഈശോയുടെ അടുത്ത് ശാന്തമായിട്ടിരുന്ന് ഈശോയിൽ ആശ്രയിച്ച്, ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, നീ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് എന്നെ മറികടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ അല്പസമയം ഇരുന്ന് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രകാശം കടന്നു വരുന്ന അനുഭവം ഉണ്ടാവും. ഏത് രീതിയിൽ അന്ധകാരമായിക്കോട്ടെ, അവിടെ പ്രകാശം കടന്നു വരുന്ന അനുഭവം ഉണ്ടാവും. നമുക്ക് എല്ലാ ദിവസവും ഒരു പ്രശ്നം ഉള്ളപ്പോൾ മാത്രമല്ല, മറിച്ച് എല്ലാ ദിവസവും ഈശോയുടെ കൂടി ഇരിക്കുന്ന, ഈശോയിലേക്ക് നോക്കുന്ന, ഈശോ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന കുറച്ച് സമയം ഉണ്ടാകട്ടെ. ആ സമയങ്ങൾ, എല്ലാ ദിവസത്തെയും ആ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നൽകുന്ന സമയമായിട്ട് മാറും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈശോയെ നോക്കാൻ, ഈശോയെ നോക്കി ജീവിക്കാൻ നമുക്കൊരു സാധിക്കട്ടെ. അങ്ങനെ ദൈവീക പ്രകാശം കൊണ്ട് നമ്മൾ നിറയട്ടെ.